ഹലോ ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ സാരിക്ക് മേച്ചായിട്ടുള്ളൊരു കമ്മലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മേലെ ഏട്ടത്തിൻ്റെ അടുത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വേഗം വന്നിട്ട് നമ്മൾ ചായ ആക്കി കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വേഗം റെഡിയാക്കണം. ഷിറ്റുവിനെ കൂട്ടുന്നില്ല. ഷിറ്റുവിനെ വീട്ടിലാക്കിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഓനെ കൂട്ടിയാലും ഓനവിടെ അടങ്ങിയിരിക്കുകയില്ല, ഓന് ഫുഡൊന്നും കഴിക്കാൻ വിടുകയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓനെ കൂട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പിന്നെ അപ്പം ഗിഷേട്ടൻ്റെ അമ്മയൊക്കെ നേരത്തെ പോയി എന്നാണ് പറഞ്ഞത്. കാരണം ഇവരെ കാത്ത് നിന്നാൽ നമ്മൾ ടൈമിൽ എത്താൻ പറ്റില്ല. കാരണം കല്യാണം ഒന്നും കാണാൻ പറ്റില്ല. എപ്പോഴും സമയം പറഞ്ഞാൽ ചിലപ്പം അരമണിക്കൂർ 1 മണിക്കൂർ ലേറ്റായിട്ട് ഇവർ വരുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയുന്നതുകൊണ്ട് അമ്മ നേരത്തെ പോയി. അപ്പം മുഖത്തുണ്ടായ പൗഡറെല്ലാം ഞാൻ തുടച്ച് കളയും കേട്ടോ. നല്ലോണം വാരി പൂച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തുടച്ച് കളഞ്ഞു. പിന്നെ ഒരു ഏട്ടത്തിനെ കൂട്ടാനുണ്ടായിന്. ഓരേയും പിള്ളേരെയും കൂട്ടിയിട്ട് ആദ്യം എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. എന്ന് വെച്ചാൽ അവിടെ അവനെ ആക്കിയിട്ട് വേണമല്ലോ നമുക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷിറ്റുവിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം കേട്ടോ. ഇത് പൂയിനാച്ചി ടൗണിൽ തന്നെയാണ് കേട്ടോ ഈ ഓഡിറ്റോറിയം. വലിയ ദൂരമൊന്നുമില്ല. അടുത്തടുത്ത് തന്നെ 2 ഓഡിറ്റോറിയം വരുന്നുണ്ട്, രാജധാനിയും രാജപാലസും. അപ്പോൾ 2 സ്ഥലത്തും പിന്നെ എന്താ വെച്ചാൽ കല്യാണം ഉണ്ട്. അപ്പോൾ പിന്നെ വണ്ടി പാർക്കിങ്ങിൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും പിന്നെ ഭയങ്കര ദാഹമല്ലേ, നല്ല ചൂടുള്ള സമയമല്ലേ. നാരങ്ങ കടിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഫുള്ളാളായിരുന്നു കേട്ടോ, ഫുള്ളാൾ. ഒരു സീറ്റ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 11:30 ആയി തോന്നുന്നു. അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, താലി കെട്ടുന്നതൊക്കെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോറ് കഴിക്കാൻ പോയപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ നമ്മൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ഏട്ടത്തി കേട്ടോ. അപ്പം ബാക്കിയുള്ളവർ വന്നിട്ടില്ല. അമ്മയും വേറൊരു ഏട്ടത്തിയും വേറെ സ്ഥലത്താട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്മ വേഗം ഫുഡ് കഴിച്ചിട്ട് അമ്മേരെ ഏട്ടിയുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിനെ. അപ്പോൾ അവർ വേറെ ആയിരുന്നത്. പിന്നെ ഇത് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം കാത്തിരുന്ന് നമ്മൾ ഉള്ളിൽ പോയിട്ട് കുറേ കാത്തു നിൽക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ സീറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി കുറേ സമയം കാത്തിരുന്നു. ഭയങ്കര ക്ഷമയോടെ എല്ലാവരും കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ആ ഷീറ്റ് വിരിച്ചിട്ട് ഗ്ലാസും വെള്ളം വന്നു കേട്ടോ. അപ്പം ഈ മുമ്പിലിരിക്കുന്ന ചേട്ടന് ചോദിച്ചില്ലേ, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ച് കുറേ സമയം നോക്കുന്നത്. പിന്നെ ഞാനതൊന്നും കാര്യമാക്കില്ല, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇലയിൽ ഫസ്റ്റ് വന്നത് സീറ എന്നാണെന്നൊന്നും അതിന് പേര്, സീറ തന്നെ. അപ്പോൾ സീറ വന്നു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പോടെ വന്നു. ആദ്യമായിട്ട് എനിക്ക് സദ്യക്ക് സീറയും പരിപ്പോടെ സീറ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പരിപ്പോടെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ചിപ്സും മറ്റേ ശർക്കര വരട്ടിയും വന്നു. പിന്നെ പുളിയിഞ്ചി നമ്മളിങ്ങോട്ട് സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ പച്ചടിയും തോരനും വന്നു. അച്ചാറുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകറിയും അവിയലും വന്നു. പിന്നെ ചോറ് വന്നു. നല്ല ചൂട് ചോറ് കേട്ടോ. ഞാനിങ്ങനെ നടുക്ക് കുഴിയൊക്കെ ഒഴിച്ച് സാമ്പാറിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. അങ്ങനെ സാമ്പാർ എനിക്ക് പുളിശ്ശേരിയും കൊണ്ടുവരാറുണ്ട്, പക്ഷേ പുളിശ്ശേരി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇനി സാമ്പാർ ഞാൻ വാങ്ങിച്ചു. പുളിശ്ശേരി കിട്ടുന്ന വിചാരിച്ച് ഞാൻ കുളമാക്കി വെച്ചു. അപ്പോൾ പക്ഷെ കിട്ടിയില്ല. അതിന് ഞാൻ ചോദിച്ചിട്ടുമില്ല. എനിക്ക് ഇഷ്ടമല്ല ശരിക്കും. പിന്നെ ഞാൻ വിളമ്പെങ്കിലും എന്ന് വിചാരിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ കുളം പോലെ ആക്കി വെച്ചെന്നേ ഉള്ളൂ. ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സദ്യയായിരുന്നു. പിന്നെ പരിപ്പോടെ എനിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതും കൂടെ കഴിച്ചാണ്. പിന്നെ എടുത്തിട്ട് വീട്ടിലേക്ക് വരുന്നത് നാണക്കേടിൽ ചോദിച്ചാൽ എടുത്തില്ല കേട്ടോ. പിന്നെ ആരെയും കണ്ടെന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്തിട്ട് വന്നില്ല. പിന്നെ ഞാൻ ഈ ബോളിയിൽ നിന്നല്ല ഇങ്ങോട്ട് ഗോളിക എന്നാണ് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അടപ്രഥമനായിരുന്നു പായസം. അപ്പം അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴം ഉണ്ടെങ്കിൽ പഴം മിക്സ് ചെയ്താൽ നല്ല രസമുണ്ടാവും. പഴം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നാൽ പിന്നെ കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ അങ്ങനെ ഇലയൊക്കെ മടക്കി നമ്മൾ അവിടുന്ന് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണം. എന്താ വെച്ചാൽ ഷിറ്റുവിനെ കൂട്ടണമല്ലോ. അപ്പോൾ ഷിറ്റുവിനെ കൂട്ടിയിട്ട് നേരെ കുടികൂടലുണ്ട്. ഞാൻ നല്ലൊരു കുടികൂടലിൻ്റെ കാര്യം, നമുക്കൊരു കുടികൂടലുണ്ടായിരുന്നു. അപ്പോൾ ആ കുടികൂടലിന് അതിന് ഒന്ന് പോയിട്ട് വരണം അവിടെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പം നമ്മുടെ വീടിനടുത്തുള്ള പ്രിനിശേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം നമ്മളിങ്ങനെ കുറച്ച് സമയം വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. ഓരോ അപ്പുറത്തെ കുടികളിൽ അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കയറിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഗിരീഷേടെ വന്നപ്പോൾ എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കുടിയുടലിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. പോയിട്ട് നമ്മൾ വേഗം തിരിച്ചു വന്നു കേട്ടോ. ഫുഡ് കഴിച്ചില്ല. പിന്നെ വന്നിട്ട് കുറച്ച് പുളിമുട്ട ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഈ ബിരിയാണി രാത്രിക്ക് അവർ വിളിച്ചപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.